രാവിലെ തന്നെ പെഹൽഗാമിൽ നിന്ന് ആറുവാലി എത്തി. അപ്പോൾ ഇവിടുന്ന് ചെറിയ ചായ കുടിച്ച് നമ്മൾ രാവിലെ തന്നെ പെഹൽഗാമിൽ നിന്ന് ആറുവാലി എത്തി. അപ്പോൾ ഇവിടുന്ന് ചെറിയ ചായ കുടിച്ച് പതിയെ നമ്മളിവിടുന്ന് കയറാൻ തുടങ്ങുകയാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു 10-15 മിനിറ്റ് ട്രക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അവിടെ എത്താനായിട്ട്. ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടത് തോന്നല്ലേ? 600 60 പോയിന്റ് അറുവാലി 1200. ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊന്നും കണ്ടില്ല. ഇത് ട്രക്കിങ്ങിൻ്റെ ഫീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1200 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആറുവാലി. അതെന്താ സംഭവം മനസ്സിലായില്ല. ടിക്കറ്റൊന്നും എടുക്കണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ ബേത്താബ് വാലി പോയപ്പോഴത്തേക്കും എത്ര ഒരാൾക്ക് 100 വെച്ചായിരുന്നു. साहब ऊपर वाले पे भरोसा करो, मेरे क्यों, मैं कौन हूँ? भरोसा करते ही है. थोड़ा जगह थोड़ा. എല്ലാവരും ഇവിടെ വരെ വരുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് ആരും വളരെ കുറച്ച് ആളുകൾ മാത്രമേ പോകുന്നുള്ളൂ. ഇതാണ് ട്രെക്കിംഗ് റൂട്ട്. നമുക്ക് കുറച്ച് കയറി നോക്കാം. എവിടം വരെ കയറാൻ പറ്റുമോ അവിടം വരെ കയറിയിട്ട് വരാം. എനിക്ക് വിഷയമില്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ദൂത് പത്രിയും സോൻമാർഗ് വരുന്നത്. നിനക്കേതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദൂത് പത്രിയാണ്. പിന്നെ വേറെ ആരുണ്ട് ഇവിടെ? നമ്മൾ വന്ന വഴിയില്ല, പഹൽഗാമിൽ നിന്ന് തിരിഞ്ഞ് 12 കിലോമീറ്ററോളം ഭയങ്കര സീനിക് റോഡായിരുന്നു. അപ്പോൾ അത്രയും കണ്ട് നമ്മളിങ്ങോട്ട് വന്നതല്ലേ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ഇത്. ചിലപ്പോൾ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ശരിക്കും ട്രക്ക് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ളൊരു ബ്യൂട്ടിയൊക്കെ മനസ്സിലാവുള്ളൂ. കാശ്മീർ പറഞ്ഞാൽ ട്രക്ക് ചെയ്യണമെന്ന്, അതും സമ്മറി വന്നിട്ട്. അതെ, കുറേ ലേക്സ് ഒക്കെ ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ മാസം ട്രക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചൊരു കൊച്ചായിരുന്നു, ജ്യോതി ബഷി. ഹായ് ജ്യോതി. ഹായ് ജ്യോതി. അവൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേ ട്രക്ക്. അവിടെ ഒരു 6 ദിവസത്തോളം ട്രക്ക് ഉണ്ടായിരുന്നു. പറഞ്ഞ് കുറേ പോയിൻറ്റ്സിലൊക്കെ എത്തി. ഒരു 3-4 ലേക്സ് ഉണ്ട് മുകളിലത്തെ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞു. അറുവാലി നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? എപ്പോഴെങ്കിലും എനിക്കൊന്ന് പോകണമെന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ സമയം കിട്ടുന്ന പോലെ. തീർത്ഥാടനം അത് പ്രായക്കാർക്കും ദൈവത്തിന് പോയി കാണാനുള്ളത്. ഇതല്ല, ട്രക്കിങ് വേറെ, തീർത്ഥാടനം വേറെ. കയറാറുണ്ട് കുറേ. ആ പീക്ക് വരെ കാരണം എനിക്കൊരു നല്ല ഐഡിയ തോന്നുന്നു. നീ കുറഞ്ഞ് താഴെ പോവാം. ആറുവാലിയിലെ മനോഹരമായ കാഴ്ചകൾ.
കൊണ്ടും എന്ത് പറ്റി രമണ? നല്ല രസം. ഉക്കാറ് ആ കറ എന്തേലും പറയാനുണ്ടോ? ലാസ്റ്റ് ഷോട്ട് ഷോട്ടൊന്നും പറയില്ല, എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ നിന്നാലോ? നമുക്ക് ശ്രീനഗർ ചെല്ലണം, പറ്റുവാണെങ്കിൽ ശങ്കരാചാര്യ ടെമ്പിൾ പിടിക്കണം. ആ അത് കാരണം അത് പിന്നെ വണ്ടി കയറി പോയാലോ? വണ്ടി കയറി പോയാൽ മതി. ലൈറ്റ് പോകുന്നതിന് മുമ്പ് ചെല്ലുവാണെങ്കിൽ സമാധാനം. അങ്ങനെ ആലുവാലിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നു. നമ്മളിനി 2 ദിവസം കൊണ്ടുള്ളൂ കാശ്മീർ. 2 ദിവസം ഇല്ല, 1.5 ദിവസം. നാളെ നമ്മുടെ ഗുൽമാർഗ് റൈഡ്, ഗൊണ്ടോള. അതിന് പിറ്റേ ദിവസം നമ്മൾ തിരിക്കും. എന്തായാലും ഇനി ഒന്നുകൂടെ തിരിച്ചു വരും. ഈ പ്ലേസിൽ ഞാൻ എന്തായാലും വരും. ഒന്നല്ല, ഈ പറ്റുന്ന അത്രയും തവണ വരും.